ഋഷിൻ. ഋഷി ഉള്ളിലേക്ക് കടന്നു വന്നത് കണ്ട് ഗൗരി അത്ഭുതത്തോടെ അവനെ വിളിച്ചു. ഗൗരി, അറിയോ ഓക്കെ? ഗൗരിയെ കണ്ടതും ഋഷി ആശങ്കയോടെ ചോദിച്ചു. യാ, ഐ എം ഫൈൻ. പക്ഷേ അവരെന്താ നിന്നെ ബോസെന്നും സാറെന്നും ഒക്കെ വിളിച്ചത്? പെട്ടെന്ന് എന്താ ഋഷി സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഗൗരി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഏയ്, അതൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതൊന്നും താൻ കാര്യാക്കണ്ട, ഋഷി ശാന്തസ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും ഗൗരിക്ക് സമീപം തന്നെ ഇരുന്ന ജിതിൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇവനെന്താ അടികൊണ്ട് വട്ടായോ? ജിതിന്റെ ആ ചിരി കണ്ട് സംശയത്തോടെ സ്വയം ചോദിച്ചുപോയി ഋഷി. അവന്റെ മുഖമെല്ലാം പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. എന്നിട്ടും ജിതിൻ അതെല്ലാം സഹിച്ചുകൊണ്ട് ചിരിക്കുന്നത് ഗൗരിക്ക് പോലും അത്ഭുതമായി തോന്നി. താൻ എന്താ ജിതിൻ ചുമ്മാ ചിരിക്കുന്നത്? കാര്യം മനസ്സിലാവാതെ ഗൗരി അവനോടായി ചോദിച്ചു. അല്ല, ഇവനെ അവര് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തതാണെന്ന് അറിയാത്ത ആരാ ഇവിടെ ഉള്ളതെന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. അല്ലാതെ ഈ യൂസ്ലെസ്സിനെയൊക്കെ ആരെങ്കിലും സാറെന്ന് വിളിച്ച് അത്രയൊക്കെ ബഹുമാനം കൊടുക്കോ? ജിതിൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ ശ്രദ്ധിക്കേണ്ട ഋഷി. ശരിക്കും എന്താ സംഭവിച്ചെന്ന് പറ. നിന്റെ കയ്യിലുള്ള റിങ് കണ്ടപ്പോഴല്ലേ അവരുടെ സ്വഭാവം മാറിയത്? അതെന്ത് റിങ്ങാ? എന്താ അതിന്റെ പ്രത്യേകത? ശരിക്കും ഇനി നീയും അവരുമായി എന്തോ ബന്ധമുള്ള ആളാണോ? ഗൗരി തന്റെ ഉള്ളിലെ സംശയങ്ങളെല്ലാം ഒറ്റയടിക്ക് ചോദിച്ചത് കേട്ട് ഋഷി അവളെ നോക്കി. ലിസൺ ഗൗരി, നീ പറഞ്ഞതുപോലെ തന്നെ ആ റിങ് കാരണമാണ് അവരുടെ സ്വഭാവം എല്ലാം പെട്ടെന്ന് ചേഞ്ച് ആയത്. പക്ഷേ അത് നീ വിചാരിക്കും പോലെ എനിക്ക് അവരുമായി ബന്ധമുള്ളത് കൊണ്ടല്ല. ആ മോതിരം എന്തോ പ്രാധാന്യമുള്ള ഒന്നാണ്. അവരുടെ ഏതോ തലവന്റെ കയ്യിലും അതുപോലെ ഒന്നുണ്ടാവാം. എന്തോ അവരുടെ അധികാരത്തിന്റെ സിമ്പലോ മറ്റോ ആണത്. അതെനിക്ക് എന്റെ ഒരു അകന്ന സുഹൃത്ത് വഴി കിട്ടിയതാ. ആ മോതിരം എന്റെ കൈവശം കണ്ടിട്ടാണ് അവരെന്നെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തത്. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും കാണാത്തോണ്ട് ഞാനും അത് സമ്മതിച്ചു കൊടുത്തു. ഇനി എക്സ്പ്ലനേഷൻ വേണോ? ഋഷി ചോദിച്ചു നിർത്തിയത് കേട്ട് ഗൗരി അത്ഭുതപ്പെട്ടു പോയി. അപ്പോ നീ തികച്ച് മരക്കഴുതിയെന്നും അല്ലെന്ന് സാരം. ഈ ഇത്തിരി ബുദ്ധി പോലും ഇല്ലായിരുന്നെങ്കിൽ നിന്നെ മരക്കഴുതിയെന്ന് വിളിച്ച മരക്കഴുതകൾക്ക് വരെ നാണക്കേടായനെ, ജിതിൻ പുച്ഛത്തോടെ പറഞ്ഞു. ഋഷി, അവനെ ശ്രദ്ധിക്കാതെ. നീ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങ്. എന്നിട്ട് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് അവരുമായി വന്ന് ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്ക്. ഗൗരി പറഞ്ഞത് കേട്ട് ഋഷി ഇല്ലെന്ന് തലയാട്ടി. നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് രക്ഷപ്പെടുള്ളൂ ഗൗരി. നീ പേടിക്കാതെ. സ്വയം രക്ഷിക്കാൻ പോലും അറിയാത്ത ഒരുത്തന്റെയും ആ ഗുണ്ടകളുടെ അടുത്ത് നിന്നെ ഒറ്റയ്ക്കിട്ട് പോവാൻ എനിക്ക് ധൈര്യമില്ല. മോർ ലൈക്ക് ഐ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടുന്നു, അതത്രയേ ഉള്ളൂ. ഗൗരിയെ നോക്കി ഋഷി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ എങ്ങനെ ഋഷി? നീ എന്നെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അവർക്കെല്ലാം മനസ്സിലാവും. രക്ഷപ്പെടാൻ ആകെ തെളിഞ്ഞ വഴിയാ ഋഷി. അതിങ്ങനെ എന്റെ പേര് പറഞ്ഞ് കളയാതെ നീ ചെല്ല്. എനിക്കോ ജിതിനോ ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഗൗരി പതിഞ്ഞ സ്വരത്തിൽ ഋഷിയോടായി പറഞ്ഞു. ഏയ്, ഇവിടെ ആരുമില്ല. അതാ ഞാൻ നമുക്കിപ്പോ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞത്. തിരക്ക് കൂട്ടിക്കൊണ്ട് ഋഷി പറഞ്ഞു. അവരാരും ഇവിടെ ഇല്ലേ? അതെങ്ങനെ? ഇവിടെ കാവലായി പോലും രണ്ടുപേരും ഉണ്ടായിരുന്നതാണല്ലോ. ഗൗരി ചോദിച്ചത് കേട്ട് ഋഷി അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ചിരിച്ചു. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇല്ല. കുറച്ചു നേരത്തേക്ക് ഇവിടെയുള്ള ഒരു ക്രിമിനൽസിനും ബോധം കാണില്ല. അതിന് വേണ്ട കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് താൻ കേൾക്ക്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. അതും പറഞ്ഞ് ഗൗരിയുടെ കയ്യിലെ കെട്ടെല്ലാം ശ്രദ്ധയോടെ അഴിച്ചു കൊടുത്തു ഋഷി. ഏയ്, എന്റെ കെട്ടുകൂടെ ഊരും, ഞാനും വരുന്നു. അപ്പുറത്ത് മാറി നിന്ന ജിതിൻ വിളിച്ചു പറഞ്ഞു. അത് കണ്ടതും ഗൗരി പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞു. പക്ഷേ ഗൗരിക്ക് അവന്റെ അടുത്തേക്ക് പോകാൻ കഴിയും മുൻപേ ഋഷി അവളെ തടഞ്ഞിരുന്നു. അവന്റെ 10 ലക്ഷം കൊടുത്ത് രക്ഷപ്പെട്ടോട്ടെ, ഋഷി ശാന്തമായി പറഞ്ഞു. അത് കേട്ട് ജിതിൻ ആകെ പരിഭ്രാന്തനായി. അതെങ്ങനെ ശരിയാവും? നിങ്ങളെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് ആ ദേഷ്യത്തിന് അവൻ എന്നെ വല്ലതും ചെയ്താലോ? എന്നെയും രക്ഷിക്ക്. ജിതിൻ തന്റെ ആ മുരടൻ സ്വഭാവം ഒരു തരി പോലും മാറ്റാതെ പറഞ്ഞു. നിന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്നോട് നീ ആദ്യം മര്യാദയ്ക്ക് റിക്വസ്റ്റ് ചെയ്യും. ശേഷം ആലോചിക്കാം നിന്നെ രക്ഷപ്പെടുത്തണോ വേണ്ടോ എന്നല്ല, ഋഷി തന്റെ ഗൗരവഭാവം വിടാതെ പറഞ്ഞു. രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഋഷിക്ക് മുൻപിൽ താഴ്ന്നു കൊടുക്കാൻ ജിതിന് തോന്നിയില്ല. നിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി മീറ്റ് ചെയ്ത് ഇന്നാ. അപ്പൊ തൊട്ട് തുടങ്ങിയതാ നീ എനിക്കിട്ട് താങ്ങാൻ. മാക്സിമം ഞാൻ ഇഗ്നോർ ചെയ്തു. ബട്ട് നീ നിന്റെ കൾച്ചറൽ സ്വഭാവം നീ കാണിച്ചു കൊണ്ടിരുന്നു. വഴിയെ പോയ പണിയെല്ലാം ചോദിച്ചു വാങ്ങിച്ചു. എന്നിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നീ അത്രയ്ക്ക് കഴിവുള്ളവനാണേൽ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചോ. പക്ഷേ എത്ര ശ്രമിച്ചാലും നടക്കില്ല. എന്റെ സഹായം ഇല്ലാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല.
അക്കാര്യം എന്നേക്കാൾ നന്നായി നിനക്ക് തന്നെ അറിയാലോ. വേണമെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ജാട കളഞ്ഞ് എന്നോട് റിക്വസ്റ്റ് ചെയ്യും. ഋഷിൻ ജിതിന്റെ നിസ്സഹായ അവസ്ഥയെ കളിയാക്കും വിധം ഡിമാൻഡ് വെച്ചു. പക്ഷേ അപ്പോഴും ജിതിൻ ഋഷിയോട് റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പ്ലീസ് ഋഷിൻ. അത് കാണെ ഗൗരി ഋഷിനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ ഗൗരിയെ കൈ കാണിച്ച് നിർത്തി. എന്തു പറയുന്നു മിസ്റ്റർ ജിതിൻ? ഗൗരിയെ ഓർത്ത് ഞാൻ എങ്ങനെ പോയാലും നിന്നെ രക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ വല്ലതും ആണേൽ മോനെ, ഞാൻ ഗൗരിയം കൊണ്ട് ഇപ്പൊ പോവും. അവന്മാർ എണീക്കും മുന്നേ ഞങ്ങൾ ഇവിടം വിടും. പിന്നെ നീയും അവന്മാരുമായി എന്താന്ന് വെച്ചാൽ അയക്കോ. ഇതും പറഞ്ഞ് ഋഷിൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ എന്തിനാ നിന്നോട് യാചിക്കുന്നേ? നിന്നെ പോലൊരു തെണ്ടിയോട് യാചിക്കാൻ മാത്രം വിലയില്ലാത്തവനല്ല ഞാൻ. സ്വന്തം നിസ്സഹായ അവസ്ഥ പോലും മറന്ന് അഹങ്കാരത്തോടെ ജിതിൻ പറഞ്ഞു. അത് കേട്ടെങ്കിലും കേട്ടിട്ടില്ലാത്ത മട്ടിൽ ഋഷി ഗൗരിക്ക് അടുത്തേക്ക് ചെന്നു. അത് കണ്ടപ്പോഴാണ് താൻ പറഞ്ഞത് അബദ്ധമായി എന്ന് ജിതിന് തന്നെ ഓർമ്മ വന്നത്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഋഷിൻ മനസ്സ് വെക്കാതെ എനിക്കായി ഒന്നും ചെയ്യാനാവില്ല. ഏതായാലും അവനോട് റിക്വസ്റ്റ് ചെയ്യാം. വേറെ വഴിയില്ലാതെ ജിതിൻ ഓർത്തു. ജിതിൻ ഒരു നിമിഷം റിയാലിറ്റി ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ മുന്നിൽ വെച്ച് രക്ഷിക്കണേ എന്ന് വേറെ ഒരുത്തനോട് അപേക്ഷിക്കുന്നതോർക്കെ ജിതിൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. ജിതിൻ, നീ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്ന? പെട്ടെന്നൊന്ന് പറയൂ പ്ലീസ്. സമയമില്ല ജിതിൻ. ഗൗരി പറഞ്ഞപ്പോഴാണ് ജിതിന് പെട്ടെന്ന് ബോധം വന്നത്. ഇനിയിപ്പോ അഭിമാനം ഒന്നും നോക്കണ്ട, ജീവനാ വലുത്. സമയം പിറ്റേന്ന് പുലർച്ചെ 3 മണിയായിരുന്നു. ശ്രീലക്ഷ്മി നല്ല ഉറക്കത്തിലായിരുന്നു അന്നേരം. വീട്ടിലെത്തിയപ്പോഴേക്കും ഋഷി ആകെ മുഷിഞ്ഞിരുന്നു. അതുകൊണ്ട് വന്നപാടെ വേഗം പോയി ഫ്രഷായി അവൻ. ശേഷം സ്റ്റഡി റൂമിൽ പോയിരുന്ന് ജസ്റ്റിന്റെ റൂമിൽ നിന്ന് മടിച്ചു മാറ്റിയ ആ പുസ്തകം വായിച്ചു തുടങ്ങി. ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ചായിരുന്നു അതിലുണ്ടായിരുന്നത്. രോഗമുണ്ടാകുന്നത് മുതൽ അത് ഭേദമാകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ പച്ചമരുന്ന് ഉപയോഗിക്കേണ്ടതിന്റെ ക്രമങ്ങളായിരുന്നു അതിൽ. ആഹാരമായും മരുന്നായും പ്രതിരോധ മരുന്നായും ഉപയോഗിക്കുന്ന രീതികൾ ചിട്ടയായി അതിൽ വിവരിച്ചിരുന്നു. അതിൽ ചില കാര്യങ്ങൾ റെഡ് ലെറ്ററിലായിരുന്നു എഴുതിയത്. അതായിരുന്നു ഋഷിന്റെ ശ്രദ്ധ ആകർഷിച്ചത്. ഇതെല്ലാം ഗോസ് ലോഡിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ചികിത്സാ വിധികളാണ്. വെസ്റ്റേൺ കോബ്രാസിന്റെ നേതാവ് ഒഴികെ മറ്റാരെങ്കിലും അനുമതിയില്ലാതെ ഈ രീതികൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കും. ചുവന്ന മഷിയിൽ എഴുതിയ ആ വരി കണ്ട് ഋഷിൻ ഞെട്ടി. അപ്പോ ജസ്റ്റിൻ ഇത് ഗോസ് ലോഡിൽ നിന്ന് മോഷ്ടിച്ചതാണോ? തന്റെ കയ്യിലെ റിംഗ് കണ്ടപ്പോൾ ജസ്റ്റിന്റെ കണ്ണുകളിൽ ഒത്തിരി ഭയം കണ്ടിരുന്നില്ലേ? അന്ന് നടന്ന കാര്യങ്ങൾ ഋഷിൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ചു. നേരം പുലരുന്നത് വരെ ഋഷിൻ ആ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. ഇന്നലത്തെ അലച്ചിലുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഒട്ടും തളർന്നില്ല. അപ്പോഴും അവൻ നല്ല എനർജറ്റിക് ആയ പോലെ അവന് തന്നെ തോന്നി. അല്പം കഴിഞ്ഞതും ശ്രീലക്ഷ്മി ഉണർന്നെന്ന് മനസ്സിലായ ഋഷിൻ തന്റെ കയ്യിലെ ബുക്ക് അടച്ചു വെച്ച് ഹാളിലേക്ക് വന്നു. ഉറക്കമുണർന്ന് റൂമിൽ നിന്ന് പുറത്തു വന്ന ശ്രീലു സ്റ്റഡി റൂമിൽ നിന്നിറങ്ങി വരുന്ന ഋഷിയെ കണ്ടു. അല്ല ഋഷി, ഈ വീട്ടിൽ ഇത്രയൊക്കെ ബെഡ്റൂമുകൾ ഉണ്ടായിട്ടും നീ എന്തിനാ സ്റ്റഡി റൂമിൽ പോയി ഉറങ്ങിയത്? ഉറക്കപ്പിച്ചോടെ ശ്രീലക്ഷ്മി ചോദിച്ചു. അത് ഞാൻ ഇന്നലെ വരാൻ ഇച്ചിരി ലേറ്റായി. പിന്നെ എനിക്ക് കുറച്ച് ഫയൽസ് റെഫർ ചെയ്യാനുണ്ടായിരുന്നു ശ്രീ. അതൊക്കെ നോക്കി നോക്കി എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി. പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെ ഋഷിൻ പറഞ്ഞു. ഓ അങ്ങനെയാണോ? തന്നോടൊരു കാര്യം പറയാൻ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. ഋഷി, മുത്തശ്ശി ഇന്നലെ വീണ്ടും വിളിച്ചിരുന്നു. ഇന്ന് എല്ലാവരോടും വർമാസിന്റെ ഹെഡ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഉറക്കച്ചടവ് മാറാതെ പറഞ്ഞത് കേട്ട് ഋഷി ഞെട്ടി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.